ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ദ ഹാപ്പി പ്രിൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ അതിലേക്ക് നോക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് നോക്കാം. ഹൈ above the city, on a tall column, stood the statue of the happy prince. He was glided all over with thin leaves of fine gold. For eyes he had two bright sapphires, and a large red ruby glowed on his sword hilt. അപ്പോൾ എന്താണ്, ആ സിറ്റിയുടെ ഒരു ഉയർന്ന കോളം, ഒരു ഉയർന്ന ടവറിന് മുകളിൽ ഒരു ഹാപ്പി പ്രിൻസിൻ്റെ സ്റ്റാച്ചു ഉണ്ട്. അപ്പോൾ ആ സ്റ്റാച്ചുവിന് ചുറ്റും ഇങ്ങനെ സ്വർണം പൂശിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഗോൾഡ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്, തിൻ ഗോൾഡ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കണ്ണിൻ്റെ സ്ഥാനത്ത് എന്താണ്, 2 ബ്രൈറ്റ് സഫയേഴ്സാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ആ വാളിൽ എന്താണ്, റൂബി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രഷ്യസ് ആയ ഒരു സ്റ്റാച്ചു ആണ് ആ ടവറിനകത്ത് ഇരിക്കുന്നത്, ആ ടവറിന് മുകളിൽ ഇരിക്കുന്നത്. One night there flew over the city a little swallow. His friends had gone away to Egypt 6 weeks before, but he had stayed behind. Then he decided to go to Egypt too. അപ്പോൾ എന്താണ്, അന്ന് രാത്രി ആ സിറ്റിയുടെ മുകളിൽ കൂടി ആ ലിറ്റിൽ സ്വാലോ പറന്നു പോവുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടുകാരെല്ലാം ഈജിപ്തിലേക്ക് 6 ആഴ്ച മുമ്പ് തന്നെ പറന്നു പോയി. അതെന്താണ്, അത് അപ്പോഴൊന്നും പോയില്ല, ഇപ്പോൾ അത് പോകാൻ തീരുമാനിച്ചു, ഈജിപ്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. All day long he flew, and at night time he arrived at the city. ഇപ്പോൾ പകൽ മുഴുവൻ ഇതിങ്ങനെ പറന്നു വരികയാണ്. ഇപ്പോൾ രാത്രിയായപ്പോൾ എന്ത് ചെയ്തു, അത് സിറ്റിയിലെത്തി. Where shall I put up, he said. I hope the town has made preparations. Then he saw the statue on the tall column. അപ്പോൾ അതിനെവിടെ ഇരിക്കണമെന്നറിയാൻ വയ്യ, അല്ലെങ്കിൽ എവിടെ ഒന്ന് റെസ്റ്റ് എടുക്കണം, വിശ്രമിക്കണമെന്ന് അറിയാൻ വയ്യ. അപ്പോൾ എന്ത് ചെയ്തു, ആ ടോൾ കോളത്തിനകത്തെ ആ സ്റ്റാച്ചു കണ്ടു. I will put up there, he cried. It's a fine position with plenty of fresh air. So he alighted just between the feet of the happy prince. അപ്പോൾ എന്താണ്, ആ സ്റ്റാച്ചു കണ്ടപ്പോൾ പറവ തീരുമാനിക്കുകയാണ് അവിടെ വന്ന് കുറച്ച് നേരം ഇരിക്കാം, കുറച്ച് ഫ്രഷ് എയറൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ആ സ്റ്റാച്ചുവിൻ്റെ കാലിൻ്റെ ചുവട്ടിൽ വന്ന് ഇരിക്കുകയാണ്. I have a golden bedroom, he said softly to himself as he looked around, and he prepared to go to sleep. But just as he was putting his head under his wing, a large drop of water fell on him. What a curious thing, he cried. There is not a single cloud in the sky. The stars are quite clear and bright, and yet it's raining. അങ്ങനെ അത് എനിക്ക് സ്വർണം കൊണ്ടുള്ള ഒരു ബെഡ്റൂം കിട്ടിയെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ കാലിൻ്റെ ചുവട്ടിൽ വന്നിരുന്നിട്ട് ചുറ്റുമൊക്കെ നോക്കി അത് ഉറങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ ഒരു വെള്ളത്തുള്ളി ഈ പറവയുടെ മുകളിൽ വന്ന് വീഴുകയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ അത് അതിശയിച്ചു പോയി. കാരണം എന്ന് വെച്ചാൽ ചുറ്റും മഴമേഘങ്ങൾ അല്ലെങ്കിൽ കാർമേഘങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ എവിടെ നിന്നാണ് ഈ വെള്ളം വന്നതെന്ന് അതിനറിയാൻ വയ്യ. Then another drop fell. What is the use of a statue if it cannot keep the rain off, he said. I must look for a good chimney pot. And he determined to fly away. But before he had opened his wings, a third drop fell, and he looked up and saw. What did he see? The eyes of the happy prince were filled with tears, and tears were running down his golden cheeks. His face was so beautiful in the moonlight that the little swallow was filled with pity. അപ്പോൾ അതെന്ത് ചെയ്തു, ഇവിടെ മഴ പെയ്യുമെങ്കിൽ മാറിപ്പോകാമെന്ന് പറഞ്ഞ് അത് എഴുന്നേൽക്കാൻ തുനിഞ്ഞപ്പോൾ അത് വീണ്ടും ഒരു വെള്ളത്തുള്ളി വീഴുകയാണ്. അത് മുകളിലോട്ട് നോക്കിയപ്പോൾ എന്താണ് കാണുന്നത്, നമ്മുടെ സ്റ്റാച്ചു അല്ലെങ്കിൽ ഹാപ്പി പ്രിൻസിൻ്റെ കണ്ണുകൾ മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ കണ്ണുകൾ മുതൽ അങ്ങനെ കണ്ണീരിങ്ങനെ താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. Who are you, he said. I am the happy prince. Why are you weeping then, asked the swallow. You have quite drenched me. When I was alive and had a human heart, answered the statue, I did not know what tears were. For I lived in the palace where sorrow is not allowed to enter. My courtiers called me the happy prince, and happy indeed I was. So I lived, and so I died. And now that I am dead, they have set me up here so high that I can see the ugliness and the misery of my city. And though my heart is made of lead, yet I cannot choose but weep. എന്താണ് പറയുന്നത്, അത് ആരാണെന്ന് നമ്മുടെ പറവ ചോദിക്കുമ്പോൾ ആ പ്രതിമ പറയുന്ന ഉത്തരം എന്താണ്, ഞാൻ ഹാപ്പി പ്രിൻസ് ആണ്, പിന്നെ എന്തിനാണ് കരയുന്നത്, നീ എന്നെ മുഴുവൻ നനച്ചു എന്നൊക്കെ പറയുമ്പോൾ ഹാപ്പി പ്രിൻസ് മറുപടി പറയുകയാണ്, ഞാൻ ജീവിച്ചിരുന്ന സമയത്ത് എനിക്കൊരു ഹ്യൂമൻ ഹേർട്ട് ഉണ്ടായിരുന്ന സമയത്ത് എന്താണ്, ഞാൻ കൊട്ടാരത്തിലായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ എനിക്ക് കരയേണ്ടി വന്നിട്ടില്ല, കാരണം ഞാൻ എല്ലാം സന്തോഷത്തോടെയാണ് കണ്ടിരുന്നത്. പക്ഷേ ഞാൻ മരിച്ച ശേഷം അവരെന്നെ എന്ത് ചെയ്തു, ഈ ഒരു സ്റ്റാച്ചു ആക്കി ഈ
ആ ഒരു ടവറിൻ്റെ അത്രയും ഉയരമുള്ള ഒരു ടവറിൻ്റെ മുകളിൽ വെച്ചപ്പോൾ എനിക്ക് ആ സിറ്റിയുടെ മുഴുവൻ ദുഃഖങ്ങളും മുഴുവൻ വ്യാകുലതകളും മുഴുവൻ മോശം സൈഡും കാണാൻ പറ്റി എന്ന് പറയുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ ലഡ് ഹൃദയമുള്ള എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, എന്താണ്, കരയാൻ മാത്രമേ വരത്തുള്ളൂ. വാട്ട് ഈസ് ഹി നോട്ട് സോൾഡ് ഗോഡ് said the swallow to himself. He was too polite to make any personal remarks. Far away, continued the statue in a low musical voice. Far away in the little street there is a poor house. On the windows is open, and through it I can see a woman seated at a table. Her face is thin and worn, and she has scars. Her right hands all pricked by the needle, for she is seamstress. She is embroidering flowers on a satin gown for the loveliest of the queen's maids of honor, to wear it at next court ball. In a bed in the corner of the room, her little boy is lying ill. He has a fever and is asking his mother to give him oranges. His mother has nothing to give him but river water, so he is crying. Swallow, swallow, little swallow, will you not bring her the ruby out of my swan hilt? My feet are fastened to this pedestal and I cannot move. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഹാപ്പി പ്രിൻസ് ആ കഥ പറയുകയാണ്. എന്താണ്, അങ്ങ് ആ സിറ്റിയുടെ അങ്ങേയറ്റത്ത് ഒരു ചെറിയ സ്ട്രീറ്റിൽ ഒരു പാവപ്പെട്ട വീടുണ്ട്. അവിടെ ആ വിൻഡോ ഓപ്പൺ ആണ്, അതിലൂടെ കാണാൻ പറ്റും. അവിടുത്തെ ആ വുമൻ സീറ്റിലിരിക്കുകയാണ്, എന്നിട്ട് തയ്ക്കുകയാണ്, നീഡിൽ വെച്ച് തയ്ക്കുകയാണ്. ഒരു ക്യൂവിൻ്റെ മെയ്ഡ് ഓഫ് ഓൺ എന്ന് വെച്ചാൽ ക്യൂവിൻ്റെ മെയ്ഡിന് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രസ്സ്, ഒരു ലവ്ലിയസ് ഡ്രസ്സ് തയ്ക്കുകയാണ്. അതിൻ്റെ അപ്പുറത്ത് വയ്യാതെ അവരുടെ മകൻ കിടപ്പുണ്ട്. അപ്പോൾ അവന് പനിയാണ്, അവരിങ്ങനെ ഓറഞ്ചസ് വേണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവർക്ക് കൊടുക്കാൻ റിവർ വാട്ടർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവരിങ്ങനെ ദുഃഖിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് സ്വാലോയുടെ അടുത്ത് പറയുകയാണ്, എന്ത് ചെയ്യണം, ഈ വാളിനകത്തെ ആ ഒരു റൂബി എടുത്തുകൊണ്ട് അവർക്ക് കൊടുക്കണം എന്ന് പറയുകയാണ്. കാരണം എന്നെ ഇവിടെ ഉറപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്, എനിക്ക് ഇവിടെ നിന്ന് മൂവ് ചെയ്യാൻ പറ്റില്ല. I am waited for in Egypt, said the swallow. My friends are flying up and down the Nile and taking to the large lotus-little flowers. Soon they will go to sleep. The prince asked the swallow to stay with him for one night and be his messenger. The boy is so thirsty and the mother so sad. He said, I don't think I like boys, answered the swallow. I want to go to Egypt. But the happy prince looked so sad that the little swallow was sorry. It is very cold here, he said. But he agreed to stay with him for one night and be his messenger. ഇപ്പോൾ സ്വാലോ പറയുകയാണ്, അതൊന്നും പറ്റില്ല, എനിക്ക് എന്ത് ചെയ്യണം, ഈജിപ്തിലേക്ക് പോകണം, എൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ കാത്തിരിക്കുകയാണെന്നൊക്കെ സ്വാലോ പറഞ്ഞു നോക്കി. എന്നാലും പ്രിൻസ് ചോദിക്കുകയാണ്, എനിക്ക് വേണ്ടി ഒരു ദിവസം നീ ഇവിടെ താമസിക്കണം, എൻ്റെ ഒരു മെസ്സഞ്ചറായിട്ട് മാറണമെന്നൊക്കെ ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യണം, ആ ബോയ് അവിടെ തേഴ്സ്റ്റി ആയിട്ട് വിശന്ന് വലഞ്ഞ് ദുഃഖിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ബോയ്സിനെ ഇഷ്ടമൊന്നുമല്ല, എനിക്ക് ഈജിപ്തിൽ പോകണമെന്നാണ് സ്വാലോ പറഞ്ഞത്. അവസാനം ഈ ഹാപ്പി പ്രിൻസിൻ്റെ പ്രഷറാലും അതുപോലെ തന്നെ അവൻ്റെ ദുഃഖം കണ്ടും എന്ത് ചെയ്യുകയാണ്, സ്വാലോ ഒരു ദിവസം അവിടെ താമസിച്ച് ഇയാളുടെ മെസ്സഞ്ചറായി മാറാമെന്ന് സമ്മതിച്ചു. Thank you, little swallow, said the prince. The swallow picked out the great ruby from the prince's sword and flew away with it in his beak over the roofs of the town. He passed by the cathedral tower where the white marble angels were sculptured. He passed by the palace and heard the sound of dancing. A beautiful girl came out of the balcony with her lover. I hope my dress will be ready in time for the state ball, she said. I have ordered flowers to be embroidered on it. But the seamstress are so lazy. അപ്പോൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ഹാപ്പി പ്രിൻസിൻ്റെ ആ വാളിനകത്തിരുന്ന് ആ റൂബി എടുത്തുകൊണ്ട് സ്വാലോ ഇങ്ങനെ പറന്നു പോവുകയാണ്. സ്വാലോ പറന്നു പോകുമ്പോൾ അടുത്ത് എന്താണ്, ഒരു ആ കൊട്ടാരം അവിടെയുണ്ട്. അവിടെ നിന്ന് ഓരോരുത്തരിങ്ങനെ സംസാരിക്കുന്നതൊക്കെ നമ്മുടെ സ്വാലോ കേൾക്കുന്നുണ്ട്. He passed over the river and saw the lanterns hanging on the mast of the ships. At last he came to the poor woman's house and looked in. The boy was tossing feverishly on his bed, and the mother had fallen asleep. She was so tired. And he hopped and laid the great ruby on the table beside the woman's thimble. Then he flew gently round the bed, fanning the boy's forehead with his wings. How cool I feel, said the boy. I must be getting better. And he sank into the delicious slumber. Then the swallow flew back to the happy prince and told him what he had done. It's curious, he remarked, but I feel quite warm now, although it's so cold. That is because you have done a good action, said the prince. And the little swallow began to think and then fell asleep.
Thinking always made him sleepy. അപ്പോൾ എന്താണ് അങ്ങനെ അവസാനം പറന്ന് ആ പൂർ വുമൻ്റെ വീട്ടിലെത്തി. അതിനകത്ത് ചെന്നിട്ട് റൂബി അവിടെ ടേബിൾ വെക്കുകയാണ്. ആ വുമൺ അവിടെ സ്ലീപ്പ് ചെയ്യുകയാണ്. പിന്നെ ആ ഒരു ബോയ്ക്ക് ചുറ്റും ഒന്ന് പറന്നിട്ട് ആ ഹാപ്പി പ്രിൻസിൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വന്നു. എന്നിട്ട് കാര്യമൊക്കെ ഹാപ്പി പ്രിൻസിനോട് പറഞ്ഞു. When day broke, he flew down to the river and had a bath. Tonight I go to Egypt, said the swallow, and he was in high spirits at the prospect. He visited the monuments and sat long time on the top of the church steeple. When the moon rose, he flew back to the happy prince. Have you any commissions for Europe? Have you any commissions for Egypt? He cried. I'm just starting. Swallow, swallow, little swallow, said the prince. Will you stay with me one night longer? I am waited for in Egypt. Answered the swallow. Swallow, swallow, little swallow, said the prince. Far away across the city, I see a young man in a garret. He is leaning over a desk covered with papers, and in the glass by his side there is a bunch of withered violets. His hair is brown and crisp, and his lips are red as a pomegranate, and he has large dreamy eyes. He is trying to finish a play for the directors of the theatre, but it is too cold to write anymore. There is no fire in the garret, and hunger has made him faint. I will wait with you one night longer, said the swallow, who really had a good heart. He asked if he should take another ruby to the young playwright. Alas, I have no rubies now, said the prince. My eyes are all that I have left. They are made of rare sapphires, which were brought out of India 1,000 years ago. He ordered the swallow to pluck out one of them and take it to the playwright. He will sell it to the jeweler and buy firewood and finish his play, he said. എന്താണ് അങ്ങനെ തിരിച്ച് രാത്രി നമ്മുടെ ഹാപ്പി പ്രിൻസിൻ്റെ അടുത്ത് പറയുകയാണ്, ഞാൻ ഈജിപ്തിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ദിവസം കൂടി നിൽക്കണമെന്ന് നമ്മുടെ ഹാപ്പി പ്രിൻസ് ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് കാര്യം പറയുകയാണ്, അങ്ങ് ദൂരെ ഒരു യങ് മാൻ ഉണ്ട്. അയാളൊരു ഡ്രാമാറ്റിസ്റ്റാണ്, പ്ലേ റൈറ്ററാണ്. പക്ഷേ ഈ തണുപ്പ് കാരണം അയാൾക്ക് പ്ലേ റൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ അയാൾ വിശന്നിരിക്കുകയാണ്, ഒരുപാട് ക്ഷീണിച്ചൊക്കെ ഇരിക്കുകയാണ്. അയാൾ എങ്ങനെയും സഹായിച്ചാൽ കൊള്ളാവുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് നമ്മുടെ സ്വാലോയുടെ അടുത്ത് ഓർഡർ ചെയ്യുകയാണ്. തൻ്റെ ഐസ് നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് മുമ്പ് കൊണ്ടുവന്ന റയർ സഫേഴ്സ് വെച്ചാണ്. അതിലൊന്ന് പ്ലക്ക് ചെയ്തുകൊണ്ട് പോയി ആരുടെ കയ്യിൽ കൊടുക്കാൻ ആവശ്യപ്പെടുകയാണ്, നമ്മുടെ ഒരു ഡ്രാമാറ്റിസ്റ്റിൻ്റെ കയ്യിൽ കൊടുക്കാൻ പറയുകയാണ്. അതുകൊണ്ട് അയാൾക്ക് വിറ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഫാരോട്ട് മേടിച്ച് അയാളുടെ ഡ്രാമ ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്ന് പറയുകയാണ്. Dear prince, said the swallow, I cannot do that. And he began to weep. Swallow, swallow, little swallow, said the prince, do as I command you. So the swallow plucked out the prince's eyes and flew away to the young man's garret. It was easy enough to get in, as there was a hole in the roof. Though he darted and came into the room. The young man made his head buried in his hand, and he did not hear the flutter of the bird's wings. And when he looked up and found a beautiful shower lying on the withered violets and beginning to be appreciated, he cried, this is from some great mirror. Now I can finish my play. As he looked quite happy. The next day the swallow flew down to the harbour. He sat on the mast of a large vessel and watched the sailors walking. I am going to Egypt, cried the swallow, but nobody minded. And when the moon rose, he flew back to the happy prince. എന്താണ് അങ്ങനെ ഈ ആദ്യമൊക്കെ ചെയ്യില്ല എന്ന് പറഞ്ഞെങ്കിലും നമ്മുടെ സ്വാലോ അവസാനം അത് പ്ലക്ക് ചെയ്തുകൊണ്ട് പോയി ആരും കാണാതെ തന്നെ ഈ പ്ലേ റൈറ്റിൻ്റെ അടുത്ത് തന്നെ വെക്കുകയാണ്. അവസാനം അത് കണ്ടപ്പോൾ അയാൾക്ക് മനസ്സിലായി തനിക്ക് ഡ്രാമ പെട്ടെന്ന് തീർക്കാൻ പറ്റുമെന്നൊക്കെ അയാൾ സന്തോഷിക്കുന്നത് കാണാം. അതിനുശേഷം ഹാർബറിൽ പോയി ഇരുന്നിട്ട് ഇന്ന് തന്നെ ഈജിപ്തിൽ പോകുമെന്നൊക്കെ സ്വാലോ തീരുമാനിക്കുന്നുണ്ട്. നൈറ്റ് ആകുമ്പോൾ തിരിച്ച് വീണ്ടും ഹാപ്പി പ്രിൻസിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. I have come to bid you goodbye, he cried. അപ്പോൾ വന്ന് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ അടുത്ത് ഗുഡ് ബൈ പറയാൻ വന്നതാണെന്ന് പറയുകയാണ്. Swallow, swallow, little swallow, said the prince. Will you not stay with me one night longer? It is winter, answered the swallow, and snow will soon be here. In Egypt the sun is warm on the green palm trees, and the crocodiles lie in the mud and look lazily about them. In the square below, said the happy prince, there is a stand
There stands a little match girl. She has let her matches fall in the gutter, and they are spoiled. Her father will beat her if she does not bring her home some money. And she is crying. She has no shoes or stockings, and her little hurt is bare. Pluck out my other eye and give it to her, and her father will not beat her. അപ്പോൾ എന്താണ്, അന്ന് ചെന്നപ്പോൾ ഒരു നൈറ്റ് കൂടെ താമസിക്കണമെന്ന് ഹാപ്പി പ്രിൻസ് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ നമ്മുടെ ബേർഡ് പറയുന്നുണ്ട്, ഇത് വിൻ്റർ സീസണാണ്, സ്നോ പെട്ടെന്ന് തന്നെ ഇവിടെ വരും, ഈജിപ്തിലാണെങ്കിൽ എനിക്ക് സണ്ണിൻ്റെ വാംത്തൊക്കെ കിട്ടുമൊക്കെയാണ് പറയുകയാണ്. പക്ഷേ ഈ ഹാപ്പി പ്രിൻസ് എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു താഴെ ഒരു സ്റ്റാൻഡിൽ ഒരു മാസ്കുകളുണ്ട്, അവൾക്ക് അങ്ങനെ എന്തൊക്കെയോ നഷ്ടങ്ങൾ വന്നിരിക്കുകയാണ്. അപ്പോൾ മണിയുമായിട്ട് വീട്ടിൽ ചെന്നിട്ടില്ലെങ്കിൽ ഫാദർ ബീറ്റ് ചെയ്യും. അവൾ അങ്ങനെ ഒരു പരിതാപകരമായ അവസ്ഥയിലായതുകൊണ്ട് ഈ എൻ്റെ മറ്റൊരു കണ്ണം എടുത്തുകൊണ്ടുപോയി അവൾക്ക് കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. I will stay with you one night longer, said the swallow, but I cannot pluck out your eye. You would be quite blind then. Swallow, swallow, little swallow, said the prince. Do as I command you. So he plucked out the prince's other eye and darted down with it. He swooped past the smart girl and slipped the jewel into the palm of her hand. What a lovely bit of glass, cried the little girl, and she ran home laughing. Then the swallow came back to the prince. You are blind now, he said, so I will stay with you always. No, little swallow, said the poor prince, you must go away to Egypt. No, I will stay with you always, said the swallow, and he slept at the prince's feet. എന്താണ് അങ്ങനെ ഈ ഐസ് പ്ലക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഗേളിന് കൊടുക്കുകയാണ്. അപ്പോൾ അവൾ സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് പോയി. അപ്പോൾ തിരിച്ചു വന്ന് സ്വാലോ പറഞ്ഞ എന്താണ്, ഇപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ബ്ലൈൻഡാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളെ കൂടെ നിൽക്കാമെന്നും പറഞ്ഞ് സ്വാലോ ഈജിപ്തിലേക്ക് പോകാതെ അവിടെ നിൽക്കുകയാണ്. പക്ഷേ ഹാപ്പി പ്രിൻസ് പറയുന്നുണ്ട് ഈജിപ്തിലേക്ക് പോകാം, പക്ഷേ അത് അവിടെ തന്നെ നിൽക്കാൻ തീരുമാനിക്കുകയാണ്. All the next day he sat on the prince's shoulder and told him stories of what he had seen in strange lands. Dear little swallow, said the prince, you tell me of marvelous things, but more marvelous than anything is suffering of men and women. There is no mystery so great as misery. Fly over my city, little swallow, and tell me what you see there. അപ്പോൾ എന്താണ്, അപ്പോൾ പിറ്റേന്ന് തന്നെ ആ സ്വാലോ ആ പ്രിൻസിൻ്റെ ഷോൾഡറിൽ പോയിരുന്നിട്ട് താൻ പല രാജ്യങ്ങളിൽ കണ്ട പല പല കാര്യങ്ങൾ വന്ന് പറയുകയാണ്. പക്ഷേ പ്രിൻസ് പറയുന്നത് എന്താണ്, കഷ്ടപ്പാടിനേക്കാൾ വലിയ മിസ്റ്ററി ഒന്നുമില്ല, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, എൻ്റെ സിറ്റി മൊത്തം പറന്ന് നടന്നിട്ട് അത് വന്ന് എൻ്റെ അടുത്ത് പറയാൻ പറഞ്ഞു. So the swallow flew over the great city and saw the rich making merry in the beautiful houses, while the beggars were sitting at the gates. He flew into the dark lanes and saw the white faces of starving children looking out listlessly at the black streets. Under the archway of a bridge, two little boys were lying each other and tried to keep themselves warm. How hungry we are, they said. You must not lie here, shouted the watchman, and they wandered out into the rain. ഇപ്പോൾ എന്താണ്, സിറ്റി മൊത്തം നോക്കിയപ്പോൾ സന്തോഷത്തോടു കൂടി ഈ പണക്കാർ അവരുടെ മനോഹരമായ വീടുകളിൽ ഇങ്ങനെ താമസിക്കുന്ന കണ്ടു. ബെഗേഴ്സ് എന്ത് ചെയ്യാണ്, ഗേറ്റ്സിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ഇനി കുറച്ചുകൂടെ പോയപ്പോൾ ഈ പട്ടിണി കിടക്കുന്ന കുട്ടികളുടെ മുഖങ്ങൾ കണ്ടു. അതുപോലെ തന്നെ രണ്ട് ബോയ്സ് ഇങ്ങനെ ഒരു ആർച്ച് വേയിൽ അവിടെ ഇങ്ങനെ ബ്രിഡ്ജിൻ്റെ ആർച്ച് വേയിൽ അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ വാച്ച്മാൻ വന്ന് പറയുകയാണ്, അവർ വിശന്ന് പോലെ ഞാൻ കിടക്കുന്നത്, വാച്ച്മാൻ വന്ന് പറയുകയാണ് ഇവിടെ കിടക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അവർ റെയിനിലേക്ക് നടന്നു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. Then he flew back and told the prince what he had seen. I have covered with a fine gold, said the prince. You must take it off leaf by leaf and give it to the poor. The living always think that gold can make them happy. അപ്പോൾ എന്താണ് പറയുന്നത്, പ്രിൻസ് പറഞ്ഞത്, ഞാൻ ഗോൾഡാൽ കവർ ചെയ്ത് നിൽക്കുകയാണ്, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം, ഓരോ ഷീറ്റ് ഓഫ് ഗോൾഡ് ആക്കി എടുത്ത് അത് ഓരോരുത്തർക്ക് പാവപ്പെട്ടവർക്ക് കൊണ്ട് കൊടുക്കാൻ പറയുന്നു. Leaf after leaf of fine gold the swallow picked off, till happy prince looked quite dull and grey. Leaf after leaf of fine gold he brought to poor, and the children's faces grew rosier, and they laughed and played in the street. We have bread now, they cried. അങ്ങനെ ഈ ലീഫ് ആൻഡ് ഇങ്ങനെ ഓരോ ലീഫോട് കൂടി അതിങ്ങനെ എടുത്തുകൊണ്ട് പോയി അവസാനം നമ്മുടെ ഹാപ്പി പ്രിൻസ് ഇങ്ങനെ ഗ്രേ കളറായി, ഡൾ ആൻഡ് ഗ്രേ ആയി. അപ്പോൾ ഇതെല്ലാം കിട്ടുമ്പോൾ കുട്ടികളുടെ മുഖത്ത് സന്തോഷമാണ്, അവർക്ക് എന്താണ്, അവർക്ക് ആഹാരം കിട്ടിയ സന്തോഷം അവർക്ക് കാണാനുണ്ട്. Then the snow came, and after the snow came frost. Then streets looked as if they were made of silver. Everybody went about in furs, and the little boys wore
scarlet caps and scattered on dice. The poor little swallow grew colder and colder, but he could not leave the happy prince. He loved him too well. He picked up crumbs and outside the baker's door, and when the baker were not looking, and tried to keep himself warm by flapping his wings. ഇപ്പോൾ എന്താണ്, സ്നോ സീസണായി, സ്നോയ്ക്ക് പിറകെ ഫ്രോസ്റ്റും വന്നു. അങ്ങനെ നഗരം മൊത്തം സിൽവർ അല്ലെങ്കിൽ മഞ്ഞാൽ മൂടിക്കിടക്കുകയായിരുന്നു. അപ്പോൾ ഈ എന്താണ്, സ്വാലോയ്ക്ക് അത് ബുദ്ധിമുട്ടുള്ള കാലാവസ്ഥയാണ്. പക്ഷേ അത് ഹാപ്പി പ്രിൻസിനെ വിട്ടുപോകാൻ തയ്യാറല്ല. അങ്ങനെ ഇത് ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. But at last he knew he was going to die. He had just enough strength to fly up to the prince's shoulder once more. "Goodbye, dear prince," he murmured. "Will you let me kiss your hand?" "I am glad that you are going to Egypt at last, little swallow," said the prince. "You have stayed too long here, but you must kiss me on the lips. For I love you." "It's not to Egypt that I am going," said the swallow. "I am going to the house of death. Death is the brother of sleep, is he not?" And he kissed the happy prince on the lips and fell down dead at his feet. അപ്പോൾ എന്താണ് അവസാനം, നമ്മുടെ സ്വാലോയ്ക്ക് മനസ്സിലായി അത് മരിക്കാൻ പോവുകയാണെന്ന്. അവസാനം ഹാപ്പി പ്രിൻസിനെ ഒന്ന് കിസ് ചെയ്തിട്ട് അത് മരിച്ച് താഴെ വീഴുകയാണ്. At that moment a curious crack sounded inside the statue, as if something had broken. The fact is that the leaden heart had snapped right in two. It certainly has dreadful had forced. Early the next morning, the mayor was walking in the square below in company with the town councillors. As they passed past the column, he looked up at the statue. "Dear me, how shabby the happy prince looks," he said. "How shabby indeed," cried the town councillors, who always agreed to the mayor, and they went up to look at it. "The ruby has fallen down of his sword, his eyes are gone, and he is golden no longer," said mayor. "In fact, he is little better than a beggar." അപ്പോൾ എന്താണ്, അപ്പോൾ താഴെക്കൂടെ മേയറും ടൗൺ കൗൺസിലേഴ്സും ഒക്കെ പോവുകയായിരുന്നു. അപ്പോൾ കുളത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ അവർ മുകളിലേക്ക് നോക്കി. അപ്പോൾ ഈ ഹാപ്പി പ്രിൻസിൻ്റെ ആ ഒരവസ്ഥ കാണുകയാണ്. മുകളിൽ കയറി നോക്കിയപ്പോൾ അവരിതെല്ലാം കണ്ടു, എല്ലാം നഷ്ടപ്പെട്ടതെല്ലാം കണ്ടു. അപ്പോൾ അവർ പറയുകയാണ്, ഇപ്പോൾ ബെഗറിനേക്കാൾ വലിയ മെച്ചമൊന്നുമില്ല എന്ന് പറയുകയാണ്. "Little better than beggar," said the town councillors, "and here is actually a dead bird at his feet," continued the mayor. "He must really issue a proclamation that birds are not to be allowed to die here." And the town clerk made a note of the suggestion. So they pulled down the statue of the happy prince. "As he is no longer beautiful, he is no longer useful," said the art professors at the university. Then they melted the statue in a furnace. "What a strange thing," said the overseer of the workmen at the foundry. "This broken lead heart will not melt in the furnace. We must throw it away." So they threw it in the dust heap where the dead swallow was also lying. അങ്ങനെ എന്ത് ചെയ്തു, ഇവർ ഈ പക്ഷികളൊന്നും ഇവിടെ വന്ന് മരിച്ചു വീഴുന്നെന്ന് പറഞ്ഞൊരു ഉത്തരവും പാസ്സാക്കി. അതുപോലെ തന്നെ ആ ഒരു സ്റ്റാച്ചു താഴേക്ക് എടുത്തിട്ടു. എന്നിട്ട് അതിനെ മെൽറ്റ് ചെയ്ത് ഫർണസിലിട്ട് മെൽറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ മെൽറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവർ ഒരു കാര്യം തിരിച്ചറിയുകയാണ്, ഈ ലെഡൻ ഹേർട്ട് എന്ത് ചെയ്യാണ്, മെൽറ്റ് ചെയ്യില്ല എന്നവർ തിരിച്ചറിഞ്ഞു. അത് എടുത്ത് പുറത്തേക്ക് വേസ്റ്റിൽ കളയണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ എടുത്ത് വേസ്റ്റിൽ കളയാണ്. ആ വേസ്റ്റിൽ തന്നെയാണ് ആര് കിടക്കുന്നത്, ആ ഡെഡ് സ്വാലോയും കിടക്കുന്നത്. Bring me the two most precious things in the city," said God to one of his angels. And the angel brought him the leaden heart and the dead bird. "You have rightly chosen," said God, "for in my garden of paradise the little bird shall sing for evermore, and in my city of gold the happy prince shall praise me." അപ്പോൾ എന്താണ്, അപ്പോൾ അടുത്തൊരു ദൈവത്തിൻ്റെ ഒരു കമാൻഡ് പോലെയാണ്, അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ്, ദൈവം പറഞ്ഞൊരു സെൻറ്റൻസ് പോലെയാണ് നമുക്ക് അടുത്ത് തന്നിരിക്കുന്നത്. ദൈവം ഒരു ഏഞ്ചലിൻ്റെ അടുത്ത് പറയുകയാണ്, എന്താണ്, ഈ സിറ്റിയിലെ ഏറ്റവും മനോഹരമായ ഏറ്റവും പ്രഷ്യസ് ആയ ഏറ്റവും വിലപിടിപ്പുള്ള രണ്ട് കാര്യങ്ങൾ കൊണ്ടുവരാൻ ഏഞ്ചൽസിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഏഞ്ചൽസ് എന്താണ് കൊണ്ടുവന്നത്, ഈ ഡെഡ് ബേർഡും അതുപോലെ തന്നെ ഈ ലെഡൻ ഹേർട്ടുമാണ് കൊണ്ടുവന്നത്. കാരണം അവരാണ് അവിടെ ഏറ്റവും മനുഷ്യത്വം അല്ലെങ്കിൽ ഏറ്റവും സൗഹൃദത്വം കാണിച്ചത്. അത് കണ്ടപ്പോൾ ദൈവം പറയുകയാണ്, നിങ്ങൾ കറക്റ്റായ ചോയ്സാണ് ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങൾ കറക്റ്റായ കാര്യങ്ങൾ തന്നെയാണ് എടുത്തത്. ഈ ഡെഡ് ബേർഡ് എന്ന് പറയുന്നത് എൻ്റെ പാരഡൈസിൽ, എൻ്റെ ഗാർഡൻ ഓഫ് പാരഡൈസിൽ എല്ലാ കാലവും ഇങ്ങനെ സിങ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഹാപ്പി പ്രിൻസ് എൻ്റെ സിറ്റി ഓഫ് ഗോൾഡിനെ നിലനിൽക്കും എന്ന് രണ്ട് കാര്യങ്ങളാണ് ദൈവം പറയുന്നത്. അതായത്
ഇവരോളം നന്മയുള്ള മറ്റാരുമില്ല എന്നുള്ളതാണ് ആ സ്റ്റോറി നിൽക്കുന്നത്. അപ്പോൾ ഈ ഓസ്കാർ വൈൽഡാണ് ഈ കഥ എഴുതിയിരിക്കുന്നത്. താങ്ക് യു.